ഹായ് ഫ്രണ്ട്സ്, ഹൈടെക് താങ്കളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കന്യാകുമാരി ജില്ലയിലെ വട്ടക്കോട്ട എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. എല്ലാവരും മാക്സിമം കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വട്ടക്കോട്ട എന്ന് പറയുന്നത് നമ്മുടെ കന്യാകുമാരിയിൽ നിന്ന് ഏകദേശം ഒരു 7 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ഒരു കടലോര മേഖലയാണ്. കണ്ടില്ലേ, ഇത് വന്നിട്ട് നമ്മുടെ 18ാം നൂറ്റാണ്ടിൽ നമ്മുടെ മാർത്താണ്ഡവർമ്മ മഹാരാജാവ്, തിരുവിതാംകൂറിലെ മാർത്താണ്ഡവർമ്മ മഹാരാജാവാണ് ഇത് പണി കഴിപ്പിച്ചത്. നമ്മുടെ ബ്രിട്ടീഷുകാരിൽ നിന്നും കടൽ വഴിയുള്ള ആക്രമണം തടയാൻ വേണ്ടി പണി കഴിപ്പിച്ച ഒരു ഇതാണ് വട്ടക്കോട്ട എന്ന് പറയുന്നത്. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. അതേപോലെ തന്നെ കന്യാകുമാരിയിൽ വരുന്ന ടൂറിസ്റ്റുകളെല്ലാം വന്ന് കാണേണ്ട ഒരു കിടില സ്പോട്ട് കൂടെയാണിത്. അപ്പോൾ ഇവിടെ വന്ന് ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവരും മാക്സിമം കാണാം, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക. നല്ല കിടിലം വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ഇതിനകത്തേക്കുള്ള കാഴ്ചകളെന്ന് പറയുന്നത്. അന്നത്തെ കാലത്ത് നമ്മുടെ രാജാക്കന്മാരും അതേപോലെ തന്നെ വടന്മാർക്കൊക്കെ വേണ്ടി നമ്മുടെ കുതിരയും ബാക്കി അതേപോലെയുള്ള കാര്യങ്ങളെല്ലാം പരിപാലിക്കാൻ വേണ്ടിയൊക്കെ കെട്ടിയൊരു സംഭവമാണിത്. കണ്ടില്ലേ, ഞാൻ താഴെ ഫുള്ള് കരിങ്കല്ല് കൊണ്ടുള്ളൊരു സംഭവമാണ്. താഴെ ഇറങ്ങി ഞാൻ ബാക്കി വ്യൂ ഒക്കെ കാണിച്ചു തരാം. കണ്ടില്ലേ, ഫുള്ള് പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ച്. കണ്ടില്ലേ, അപ്പോൾ എന്തായാലും താഴോട്ട് പോകാം. താഴെ നിന്നുള്ള വ്യൂ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഇതെന്നൊക്കെ പറയുന്നത് നമ്മുടെ അന്നത്തെ പടയാളികൾക്ക് അതേപോലെ തന്നെ കുതിരയ്ക്കൊക്കെ റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലമാണ്. ഇതിവിടെയൊക്കെ ആയിരിക്കും എനിക്ക് തോന്നുന്ന കുതിരയൊക്കെ കെട്ടുന്ന സംഭവമാണ്. ഇത് ഫുള്ള് കരിങ്കല്ലാണ്. കണ്ടില്ലേ, ഇത് ഫുള്ള് കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ച സംഭവമാണ്. എന്തായാലും സൂപ്പറായിട്ടുള്ളൊരു സംഭവമാണ്. നമുക്ക് നേരെ കയറി മുകളിലോട്ട് പോകുന്നത് നമ്മുടെ കടലിൻ്റെ ആ സൈഡിലാണ്. അപ്പോൾ കണ്ടില്ലേ, ഇവിടെ ഈ സ്ലോപ്പ് പോലെ കൊടുത്തേക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? കണ്ടില്ലേ, ഈ സ്ലോപ്പ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്യാനൻ ഉണ്ടല്ലോ, ക്യാനൻ, അത് മുകളിലോട്ട് കെട്ടി വലിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയാണ്. ഇത് മൊത്തം 14 സ്റ്റെപ്പ് ഉണ്ട് ഇവിടെ നിന്ന് മുകളിലോട്ട് പോകാൻ. അപ്പോൾ നമ്മൾ ഈ സ്റ്റെപ്പ് കയറിയാണ് നമുക്ക് മുകളിലോട്ട് പോകാനുള്ളത്. അപ്പോൾ ഈ 14 സ്റ്റെപ്പ് കയറിയാണ് മുകളിലോട്ട് വരാനുള്ളത്. കണ്ടില്ലേ, ഈ സ്റ്റെപ്പ് കയറിയാണ് ഞാൻ മുകളിലോട്ട് വന്നത്. അപ്പോൾ ഈവനിങ് ടൈമാണ്. അപ്പോൾ ചെടിക്കൊക്കെ വെള്ളം നനയ്ക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. കണ്ടില്ലേ, അപ്പോൾ ഇതിങ്ങനെ ഇവിടെ നിന്ന് റൗണ്ടായിട്ട് ഇങ്ങനെ ഉണ്ട്. കുളമുണ്ട് അതേപോലെ. കണ്ടില്ലേ, ആ കാണുന്ന കുളമുണ്ട്. അതേപോലെ തന്നെ ബാക്കി കുതിരയൊക്കെ കെട്ടാൻ വേണ്ടിയുള്ള സ്ഥലങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കാഴ്ചകൾ കണ്ട് ഇങ്ങനെ നടക്കുകയാണ്. എന്തായാലും ഇത് സംഭവം കൊള്ളാം കേട്ടോ. പുല്ലെല്ലാം നല്ല അടിപൊളിയായിട്ട് ഇപ്പോഴും അവർ പരിപാലിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം. അങ്ങോട്ട് പോയി ബാക്കി കാഴ്ചകൾ കാണാം. നമുക്ക് കടലിൽ അങ്ങോട്ട് പോയി കടലിൻ്റെ വ്യൂ ഒക്കെ കാണാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ആ സ്റ്റെപ്പ് കയറി മുകളിലോട്ട് വരുമ്പോൾ നമുക്ക് ദൂരമായിട്ട് കടലിൻ്റെ വ്യൂ ഒക്കെ കാണാൻ വേണ്ടി പറ്റും. കണ്ടില്ലേ, ദൂരമായിട്ട് കാറ്റാടിയൊക്കെ കറങ്ങുന്ന കേട്ടോ. നേരെ അപ്പുറ സൈഡായിട്ട് ദൂരെ കാണുന്നതെന്ന് പറയുന്നത് നമ്മുടെ കൂടംകുളം ആണമെന്ന ഏരിയയാണ് ആ ദൂരമായിട്ട് കാണുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇപ്പുറത്തോട്ട് വരുന്നത് നമുക്ക് ഇവിടെ നിന്ന് കടലിൻ്റെ ഒരു അതിമനോഹരമായിട്ടുള്ള കാഴ്ച കാണാൻ വേണ്ടിയില്ലേ. 360 വ്യൂവിൽ നിന്ന് നമുക്ക് സൂപ്പറായിട്ട് കാണാം. ഇവിടെ നിന്ന് അങ്ങ് അറ്റം വരെ ഉണ്ട്. എന്തായാലും നമുക്ക് അങ്ങ് അറ്റം വരെ പോയിട്ട് നമുക്ക് തിരിച്ചു വരാം. ഇത് ഫുള്ള് കെട്ടിയിരിക്കുന്നതെന്ന് പറയുന്നത് കരിങ്കല്ലിലാണ്. കരിങ്കല്ലിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. കണ്ടില്ലേ, ഇവിടെ നമുക്ക് 360 വ്യൂ അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അന്നത്തെ കാലത്ത് ബ്രിട്ടീഷുകാർ കപ്പൽ വഴി ആക്രമിക്കാതിരിക്കാൻ വേണ്ടി ഒരു പ്രൊട്ടക്ഷൻ്റെ ഭാഗമായിട്ടാണ് അന്ന് രാജാവ് ഇത് പണി തീർത്തത്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മൾ കണ്ടില്ലേ 360 വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ എന്തായാലും സൂപ്പറായിട്ടുള്ളൊരു സംഭവമാണ്. കന്യാകുമാരി വരുന്നവർ തീർച്ചയായും വന്ന് കാണണം. ടിക്കറ്റ് റേറ്റ് വരുന്നത് 25 രൂപയാണ് ടിക്കറ്റിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ താണ്ട ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. കണ്ടില്ലേ, ഇവിടെ നമ്മൾ 360 ആയിട്ടുള്ള കടലിൻ്റെ വ്യൂ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ കണ്ടില്ലേ, താഴെയായിട്ട് പാറ ഏകദേശം ഒരു 10-15 അടി താഴ്ച വരും ഇവിടെ നിന്ന് നോക്കിയാൽ. അപ്പോൾ അത്രയും ആഴമുണ്ട് ഇവിടെ നിന്ന്. അപ്പോൾ ഇവിടെ നിന്നുള്ള വ്യൂ കണ്ടില്ലേ. എന്തായാലും നിങ്ങൾ വരുന്നവർ ഒരു 4 മണി 5 മണി ടൈമിന് വരിക. നല്ല വെയിൽ ഉള്ള ഉച്ചയ്ക്കൊന്നും വരാതെ ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം എന്ന് പറഞ്ഞാൽ നല്ല വെയിലായിരിക്കും. വെയിലത്ത് വന്നു കഴിഞ്ഞാൽ നല്ല ചൂടാണ്. അപ്പോൾ അത് വരുന്നവരൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ദൂരെയായിട്ട് കാണുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ പുറകിലായിട്ട് അങ്ങ് അറ്റം കാണുന്നത് നമ്മുടെ കന്യാകുമാരിയാണ്. കണ്ടില്ലേ, ദൂരെ അങ്ങ് പിറകിലായിട്ട് കാണുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. വരാൻ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കാണുക. സൂപ്പറായിട്ടുള്ളൊരു സ്പോട്ടാണ്. കണ്ടില്ലേ ഗൈസ്, ഞാൻ ഇപ്പോൾ ഈ കരിങ്കല്ലിൻ്റെ മുകളിൽ കൂടിയാണ് നടക്കുന്നത്. ഫുള്ള് കരിങ്കല്ലാണ്. കണ്ടില്ലേ, സൂപ്പറായിട്ടുള്ള പണിയാണ് ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ,
അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കടലിൽ നിന്ന് എവിടെ നിന്ന് ആൾക്കാർ വരുന്നതെന്ന് നമുക്ക് സൂപ്പറായിട്ട് കാണാൻ പറ്റും. അതിനു വേണ്ടിയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഇത് ബീരങ്കിയൊക്കെ കൊണ്ടുവന്ന് യുദ്ധം ചെയ്യാനുള്ള, അതുകൊണ്ട് അപ്പുറത്ത് അതിനായിട്ടുള്ള സ്പോട്ടുണ്ട്. ആ കോട്ടയം ആ സൈഡിലായിട്ട് കണ്ടില്ലേ, ആ സൈഡ് വന്നിട്ട് ബീരങ്കിയൊക്കെ വെച്ച് ആക്രമിക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ട്. ഇവിടുത്തെ താഴ്ച ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, ഇത്രയും അടി. എനിക്ക് തോന്നുന്നു നല്ല ആഴമുണ്ട് ഇവിടെ നിന്ന് വീണ് കഴിഞ്ഞാൽ പൊടി പോലും കിട്ടില്ല. അപ്പോൾ ഇടത്തെ സൈഡിലായിട്ട് വരുന്നത് ഒരു ബീച്ചാണ്. രണ്ട് സൈഡിലായിട്ട് നമുക്ക് ബീച്ച്, ഒരു ചെറിയ ബീച്ചായിട്ടൊക്കെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇവിടെ നിന്ന് കാറ്റൊക്കെ കൊണ്ട് നടക്കുകയാണ്. അപ്പോൾ ഗായ്സ്, ഈവനിങ് ടൈമായി, സമയം ഏതാണ്ട് ഒരു 5:30 മണിയായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങാനുള്ള ടൈമായി വരികയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും വ്യത്യസ്തമായ വീഡിയോകൾ എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുവരേക്കും ബൈ.